മറ്റ് യാത്രക്കാരുടെ കണ്ണിലൊരു കൗതുകമുണ്ട്. കാരണം ലാൽ ജോസും ബൈജുവൻ നായരും ലണ്ടൻ യാത്രയ്ക്ക് ശേഷം തെറ്റിപ്പിരിഞ്ഞു എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കൗതുകത്തോടു കൂടിയിട്ടുള്ള നോട്ടത്തിൽ ഞങ്ങൾ പരസ്പരം കാണുകയും വന്ന് പരസ്പരം ഹഗ് ചെയ്യുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യണ കണ്ടപ്പോൾ അവരൊക്കെ കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കിയത്. കാരണം കേട്ട കഥകളിൽ ഞങ്ങൾ ശത്രുക്കളാണ്. അപ്പോൾ ചെന്ന് ടോക്കിയോയിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാണാൻ സാധ്യതയുള്ള ഒരാളുടെ കഥ ആദ്യമായിട്ട് ടോക്കിയോയിലേക്കുള്ള യാത്രയിൽ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ വായിച്ചു. എനിക്ക് ബെന്നിയുടെ ഒരു കോൾ വന്നു, താഴെ ഒരു ഫാമിലി കാണാൻ വന്നിരിക്കുന്നു. ഞാൻ തിരിച്ച് താഴോട്ട് വരുമ്പോൾ നസീം ഭർത്താവും മക്കൾ രണ്ടുപേരും ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങൾ ജപ്പാനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ അവർ സ്കൂളിൽ ഒരു 3, 4 പഠിക്കുമ്പോൾ ഈ കുട്ടികളുടെ കാലുകളിൽ പുറത്ത് ഒക്കെ നല്ല ഭാരമുള്ള ബാഗുകൾ കെട്ടിവെക്കും, കാലിൽ സാൻഡ് ബാഗ്സ് കെട്ടിവെക്കും, എന്നിട്ട് അവരോട് നടക്കാൻ പറയും. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ. അപ്പോൾ കുട്ടികളോട് ചോദിക്കും, ഇങ്ങനെ നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും മകളും ജപ്പാൻ മാത്രം കറങ്ങിയിട്ട് ജപ്പാൻ കഴിഞ്ഞ് ബാക്കിയുള്ളവർ കൊറിയയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ച് ടോക്കിയോയിലേക്ക് വന്നിട്ട് ടോക്കിയോയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന ഒരു പരിപാടി. 10 ദിവസത്തെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തു. കാരണം ഞാൻ ലാൽ ജോസിൻ്റെ കൊച്ചു വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നമ്മെ വിട്ടുപിരിഞ്ഞ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആരാധ്യരായിട്ടുള്ള കുറേ ആളുകളെ അനുസ്മരിക്കുന്ന എപ്പിസോഡുകളായിരുന്നു. വീണ്ടും ഒരു യാത്രയിലേക്ക് വരികയാണ്. ഈ യാത്രയുടെ പ്രത്യേകത, ഇത് 2 വർഷം മുമ്പ് 2023 മെയ് 22 നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ്. ഈ യാത്രയുടെ ഓർമ്മകളാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതാണ് ആദ്യമായിട്ട് ബെന്നീസ് റോയൽ ടൂറിസിൻ്റെ കൂടെ ഞാൻ ആദ്യമായി നടത്തുന്ന വിദേശയാത്ര. ബെന്നീസ് റോയൽ ടൂറിസിലെ ബെന്നിയെ എനിക്ക് കുറേ മുമ്പേ അറിയാം. അദ്ദേഹം ഇത് തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച്, യാത്രകൾ ചെയ്യുമ്പോഴുള്ള ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആരായുകയുണ്ടായി. അന്ന് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അങ്ങനെ ഒരു ടച്ചിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ബെന്നീസ് റോയൽ ടൂർസ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു ചെയ്തത്. അതൊരു കോവിഡ് കാലത്തായിരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. കാരണം കോവിഡ് ഏറ്റവും അധികം ബാധിച്ചത് ട്രാവൽ ബിസിനസ്സിനെയായിരുന്നു. ട്രാവൽ ഏജൻസികൾ പലതും ക്ലോസ് ഡൗൺ ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും, ചിലതൊക്കെ എന്നേക്കുമായി പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പുതിയ ട്രാവൽ കമ്പനി ആരംഭിക്കുകയാണ്. അപ്പം ഞാനതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തി. പിന്നീട് അവരുടെ ഒരു ഓഫീസ് ആരംഭിച്ചപ്പോൾ ആ ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ അതിനു മുൻപും ബെന്നി അവരുടെ യാത്രകളിൽ കൂടാൻ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. എനിക്ക് ആ സമയത്ത് എൻ്റെ സിനിമകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള തിരക്കുകൾ, വീട്ടിലെ കുറേ കാര്യങ്ങൾ, അച്ഛൻ്റെ മരണം, അമ്മ സുഖമില്ലാതായത് ഒക്കെ കൊണ്ട് എനിക്ക് ഈ യാത്രകളിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത ആൾ ഐറിൻ കല്യാണം കഴിച്ചു. ജോഷുവ ആണ് ഭർത്താവ്. മകൻ മാത്യു. അവർ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ജോഷുവ ഒരു IT കമ്പനിയിലും ഐറിൻ ഒരു ആഡ് ഏജൻസി, പിങ്ക് ലെമണേഡ് എന്ന് പറയുന്ന ഒരു ആഡ് ഏജൻസിയിൽ കണ്ടന്റ് റൈറ്ററായിട്ടും വർക്ക് ചെയ്യാണ്. 2ാമത്തെ മകൾ ഡോക്ടറാണ്, കാതറിൻ ലാൽ. കാതറിൻ്റെ പഠനം +1 +2 ഒക്കെ പാലായിലായിരുന്നു, ചാവറ സ്കൂളിലായിരുന്നു. +1 +2 പഠനവും എൻട്രൻസ് പഠനമൊക്കെ കൂടിയിട്ട് പാലയിലായിരുന്നു. 2 വർഷം അവൾ ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ MBBSന് കിട്ടിക്കഴിഞ്ഞിട്ട് 5.5 വർഷത്തോളം MBBS പഠനവും ഹൗസ് സർജൻസിയും ഒക്കെ ആയിട്ട് അവൾ അവിടെയായിരുന്നു. അപ്പോൾ ഒരു 7-7.5 വർഷം അവൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാനും ഭാര്യയും കൂടി നടത്തുന്ന യാത്രകൾ, ഞാനും ഭാര്യയും മൂത്ത മകളും ഭർത്താവും ഒക്കെ ആയിട്ട് നടത്തുന്ന യാത്രകളിലൊന്നും അവൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു,
നിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് ജയിച്ചാൽ നീയും ഞാനും മാത്രമായിട്ട് ഒരു യാത്ര പോകും. അത് ഇന്ത്യക്കകത്തുള്ള ഒന്നല്ല, വിദേശത്തേക്കൊരു യാത്ര നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് പോകുന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അവൾ പറഞ്ഞതുപോലെ MBBS പാസ്സായി, ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തു, നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബെന്നിയെ വീണ്ടും യാദൃശ്ചികമായിട്ട് കണ്ടുപിട്ടിയപ്പോൾ ബെന്നി പറഞ്ഞു, സാറ് ഞങ്ങളുടെ കൂടെ ഒന്നും വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു യാത്രയുടെ സമയമായിട്ടുണ്ട്, നിങ്ങളുടെ ഉടനെയുള്ള യാത്ര ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ജപ്പാൻ കൊറിയ യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ ഞാൻ പറഞ്ഞു, ഞാനും മാത്രമല്ല, ഞാനും എൻ്റെ മകളും വരും, നല്ല റിഡക്ഷൻ തരുമെങ്കിൽ വരാം എന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചു. അവർ ഒരാളുടെ പൈസ മാത്രമേ മേടിച്ചുള്ളൂ, ഒരാളെ ഫ്രീ ആക്കി, രണ്ടുപേർക്കും കൂടി ഒരു മുറി മതി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ബുക്ക് ചെയ്തു, അതിൻ്റെ പൈസയും കൊടുത്തു. ആ സമയത്താണ്, അപ്പോൾ ആ സമയത്ത് അമ്മ സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പം മോൾക്കാണെങ്കിൽ ഈ പ്രാവശ്യം പോയില്ലെങ്കിൽ ഇനി വീണ്ടും ജൂലൈ തൊട്ടിട്ട് PG MD PGയുടെ എൻട്രൻസ് കോച്ചിങ് 1 വർഷമാണ്, അത് വീണ്ടും ഹോസ്റ്റലിലാണ്, യാത്രകൾക്കൊന്നും വരാൻ പറ്റില്ല, കഠിനമായ പഠനം ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ജപ്പാൻ കൊറിയ എന്ന് പറയുമ്പോൾ 10-16 ദിവസം വരും, അത്രയും ദിവസം മാറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ജപ്പാൻ മാത്രമാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. ഞാനും മകളും ജപ്പാൻ മാത്രം കറങ്ങിയിട്ട് ജപ്പാൻ കഴിഞ്ഞ് ബാക്കിയുള്ളവർ കൊറിയയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ച് ടോക്കിയോയിലേക്ക് വന്നിട്ട് ടോക്കിയോയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന ഒരു പരിപാടി, 10 ദിവസത്തെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ 2023 മെയ് 13-ാം തീയതി എൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെ ദേഹവിയോഗം ഉണ്ടായി. 22-ാം തീയതി ഈ യാത്ര പുറപ്പെടും വേണം. ദുഃഖമുണ്ട് ഒക്കെ ആണെങ്കിലും ഇത് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാണ്. അവർ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും യാത്രയ്ക്ക് വേണ്ട എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഉടനെ ഒന്നും ഇവളുമായിട്ടൊരു യാത്ര പോകാനും പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ബെന്നീസ് റോയൽ ടൂറിസിൻ്റെ കൂടെ ജപ്പാനിലേക്ക് പോവുകയാണ്. ജപ്പാൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും വളരെ കൗതുകം ഉണർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. ജപ്പാനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ BAക്ക് ഹിസ്റ്ററി ആയിരുന്നു, എക്കണോമിക്സ് ആയിരുന്നെങ്കിലും സബ്സിഡിയറി ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും INAയും ജപ്പാനും ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചും കേട്ടും അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ ജപ്പാനിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ആകാംക്ഷ ഉണർത്തുന്നതായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ സാധാരണ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒന്ന് ഓടിച്ചു വായിക്കാവുന്ന പുസ്തകങ്ങൾ അന്വേഷിക്കും, നെറ്റിൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്ത് പ്രൊഫസർ ഷാജി ജോസഫ്, അദ്ദേഹം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് ഈ സാഹിത്യകാരുമായിട്ട് ഭയങ്കര ബന്ധവും പരിചയമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പെൻഫ്രൻസും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ജപ്പാനിലേക്ക് പോവുകയാണ്, ഞാനും മോളും ഉണ്ട്, അവിടെ ജപ്പാനിൽ ടോക്കിയോയിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടോ, എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ വിളിക്കാവുന്ന വല്ല നമ്പറുകളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ മറ്റാൾക്കാരെന്ന് അറിയില്ല, ഒരു ചെറുകഥാകൃത്തുണ്ട്, നസി മേലേതിൽ എന്നാണ് അവരുടെ പേര്. നസി നല്ല കഥകളൊക്കെ എഴുതുന്ന ആളാണ്, ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. നിൻ്റെ നാട്ടുകാരിയാണ്, ഒറ്റപ്പാലത്താണ് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്, അവരുടെ നാട് നിലമ്പൂരാണ്. പിന്നെ അമൽ എന്ന് പറയുന്ന നോവലിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇടി മഴ കാറ്റ് എന്ന് പറയുന്ന പടത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2 പേരുണ്ട്. അവർ 2 പേരുടെയും ഡീറ്റെയിൽസ് ഞാൻ തരാം, ഞാൻ അവരെയും വിളിച്ച് പറയാം. അപ്പോൾ അവർ നിൻ്റെ സ്ഥലം അറിഞ്ഞാൽ അവർ വന്ന് കണ്ടോളും. അങ്ങനെ ജപ്പാനിൽ 2 പുതിയ സൗഹൃദങ്ങൾ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ 22-ാം തീയതി യാത്ര പുറപ്പെടുന്നത്. യാത്ര കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ 40ഓളം പേര് ആ യാത്രയ്ക്കായിട്ടുണ്ട്. അതിലൊരു 10-30 പേര് കൊച്ചി എയർപോർട്ടിലുണ്ട്. ചിലർ ദുബായിൽ നിന്നാണ് കയറുന്നത്, സിംഗപ്പൂരിൽ നിന്നാണ് കയറുന്നത്. കൊച്ചി എയർപോർട്ടിൽ മറ്റൊരു കൗതുകം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ യാത്രികരും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ബെന്നി പറഞ്ഞു, ഒരാളും കൂടി വരാനുണ്ട്
എന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ബെന്നി ഒരു കള്ളച്ചിരിയോട് കൂടി ആൾ വരട്ടെ, ആൾ ഡൽഹിയിൽ നിന്ന് ഉള്ള ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഈ യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ് വീട്ടിൽ നിന്നും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാഗ് ഈ വീട്ടിൽ നിന്ന് വന്ന ആൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഈ ബാഗുമായിട്ട് അദ്ദേഹം നമ്മളെ ഇവിടെ വരും. എന്ന് വെച്ചാൽ ആരാണ് ഇത്ര ഒരു ഭയങ്കരം, ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് വീട്ടിൽ പോകാതെ നേരെ അടുത്ത ഫ്ലൈറ്റിന് ടോക്കിയോയിലേക്ക് അടുത്ത 10-14 ദിവസത്തെ യാത്രയ്ക്കായിട്ട് വരുന്ന ആളാരാണെന്ന് വിചാരിച്ച് നോക്കി വെക്കുമ്പോൾ ആണ് ബൈജു എൻ നായരാണ്. അപ്പോൾ ബൈജു എൻ നായർ ഈ ബെന്നീസ് റോയൽ ടൂറിസിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറെ പോലെ അവരോടൊപ്പം 10-18 യാത്രകൾ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇവരുടെ കൂടെ പോവും. പുള്ളി ബൈജുവിൻ്റെ വ്ളോഗ് അപ്പോഴേക്കും വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിട്ടുണ്ട്, വളരെ പോപ്പുലറായിരുന്ന വ്ളോഗായിരുന്നു. അപ്പോൾ ആ വ്ളോഗിൽ ഈ ബെന്നീസിൻ്റെ കൂടെ പോകുന്ന യാത്രകൾ അദ്ദേഹം അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ബെന്നിയുടെ ഒരു അംബാസഡറെ പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബൈജു. എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കൂടെ യാത്ര ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, എനിക്ക് അന്ന് ഇതുപോലെ ഒരു ചാനലൊന്നും ഉണ്ടായിരുന്നില്ല, വ്ളോഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ യാത്രയിൽ ഞാൻ യാത്രയ്ക്കായിട്ട് മാത്രമാണ് പോയത്. അപ്പോൾ ബൈജുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഈ മറ്റ് യാത്രക്കാരുടെ കണ്ണിലൊരു കൗതുകമുണ്ട്. കാരണം ലാൽ ജോസും ബൈജു എൻ നായരും ലണ്ടൻ യാത്രയ്ക്ക് ശേഷം തെറ്റിപ്പിരിഞ്ഞു എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കൗതുകത്തോടു കൂടിയിട്ടുള്ള നോട്ടത്തിൽ ഞങ്ങൾ പരസ്പരം കാണുകയും വന്ന് പരസ്പരം ഹഗ് ചെയ്യുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യണ കണ്ടപ്പോൾ അവരൊക്കെ കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കിയത്. കാരണം കേട്ട കഥകളിൽ ഞങ്ങൾ ശത്രുക്കളാണ്. ബൈജുവിനോടൊപ്പം ഈ 2014 ലണ്ടൻ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു വിദേശയാത്ര പോവാണ്. കാതറിനും ബൈജുവിനെ പരിചയമുണ്ട്, കാരണം ആ യാത്രയ്ക്ക് പോയ കഥകളും കാര്യങ്ങളൊക്കെ അവൾക്കും അറിയുന്നതാണ്. അപ്പം എല്ലാവർക്കും അതൊരു കൗതുകമായി. ബൈജു ഡൽഹിയിൽ ഏതോ ഒരു പുതിയ കാറ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോകാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ബെന്നി ആണ് ബൈജുവിൻ്റെ കൊണ്ടുപോകാനുള്ള പെട്ടി വീട്ടിൽ പോയി കളക്ട് ചെയ്ത് ബൈജുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി ബെന്നിയുടെ സ്റ്റാഫ് കൊണ്ടുപോയി അവിടെ കൊടുക്കും. അപ്പോൾ ബൈജുവിനെ പോലുള്ളൊരു യാത്രികന് ഇതൊക്കെ വളരെ സാധാരണമാണ്. മറ്റുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഹെക്ടിക്കായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നത്. പക്ഷെ ബൈജുവൊക്കെ ഫ്രീക്വൻറ്റ് ട്രാവലർ ആയതുകൊണ്ട് അവർക്കത് നിഷ്പ്രയാസം സാധിക്കും. ഏതായാലും ഇനിയുള്ള ഒരു 10-12 ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായി. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു, സിംഗപ്പൂർ എയർപോർട്ടിൽ പോയി ഇറങ്ങി. സിംഗപ്പൂരിൽ നിന്നാണ് ടോക്കിയോയിലേക്ക് പറക്കുന്നത്. യാത്രയിൽ നിനിതയും ചക്കരയും കാതറിനും വലിയ കൂട്ടായി. നിനിത 10ാം ക്ലാസ്സുകാരിയും കാതറിൻ MBBSകാരിയുമാണെന്നുള്ള വ്യത്യാസം തോന്നിയില്ല. രണ്ട് സമപ്രായക്കാരെ പോലെ അവർ കൂട്ടായി. ഞാൻ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഷാജി ജോസഫ് സാറ് എനിക്ക് കൊടുത്തയച്ച് നസി ഒരു ആനുകാലികത്തിൽ പ്രസിദ്ധീകരിച്ച അവരുടെ ചെറുകഥയുടെ ഒരു കോപ്പി, ഫോട്ടോസ്റ്റാറ്റ് പോലത്തെ ഒരു കോപ്പി എനിക്ക് കൊടുത്തയച്ചിരുന്നു. അപ്പോൾ ആ ചെറുകഥ ഞാൻ ഫ്ലൈറ്റിലിരുന്ന് വായിക്കാൻ തുടങ്ങി. അത് ശരിക്കും യാത്രയിൽ തന്നെ എന്നെ ജപ്പാനിലെ ഒരു പ്രദേശത്ത് എന്നെ പ്ലേസ് ചെയ്ത പോലെ മനോഹരമായിരുന്നു. ആ കഥയും നല്ല കഥയായിരുന്നു. അപ്പോൾ ചെന്ന് ടോക്കിയോയിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാണാൻ സാധ്യതയുള്ള ഒരാളുടെ കഥ ആദ്യമായിട്ട് ടോക്കിയോയിലേക്കുള്ള യാത്രയിൽ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ വായിച്ചു. നെരിറ്റ എയർപോർട്ടിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ടോക്കിയോ മാരിയറ്റ് ഹോട്ടലിലേക്ക് ഞങ്ങൾ പോയി. മാരിയറ്റ് ഹോട്ടലിലാണ് ഞങ്ങൾക്ക് താമസമൊക്കെ ഏർപ്പാട് ചെയ്തത്. ഞങ്ങളവിടെ ചെന്ന ഉടനെ തന്നെ സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡിന്നറിൻ്റെ ടൈമായി. യാത്രികർക്ക് എല്ലാവർക്കും അവിടെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോക്കിയോയിലെ ജാപ്പനീസ് ഫുഡ് ആദ്യമായിട്ട് നമ്മൾ ഒറിജിനൽ ജാപ്പനീസ് ഫുഡ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ജാപ്പനീസ് ഫുഡിനെ കുറിച്ച്. പക്ഷേ
മകൾ അതിലൊരു എക്സ്പേർട്ടാണ്. അവൾക്ക് ജാപ്പനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അതിനെക്കുറിച്ച് എല്ലാം അറിയാം. പോണ്ടിച്ചേരിയിലൊക്കെ ഉള്ള ചില റെസ്റ്റോറൻറ്റുകളിൽ ജാപ്പനീസ് ഫുഡ് കിട്ടുമ്പോൾ ഇവർ കൂട്ടുകാരായിട്ട് പോയിട്ട് അവിടെ പോയി കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ കാതറിൻ എൻ്റെ ഒരു ഗൈഡായി. ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് റൂമിലേക്ക് പെട്ടി സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബെന്നിയുടെ ഒരു കോൾ വന്നു. താഴെ ഒരു ഫാമിലി കാണാൻ വന്നിരിക്കുന്നു. ഞാൻ തിരിച്ച് താഴോട്ട് വരുമ്പോൾ നസീം ഭർത്താവും മക്കൾ രണ്ടുപേരും ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അതൊരു വലിയ ആഹ്ലാദകരമായിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ്. കാരണം ഞാൻ അന്ന് തന്നെ അവർ വരുന്നു വിചാരിച്ചിട്ടില്ല. പക്ഷെ അവർ രാത്രി അവർക്ക് വരാൻ സൗകര്യമാണ്. കാരണം രണ്ടുപേരും ജോലി കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വരാൻ രാത്രിയാണ് പറ്റുക. പകൽ അവർക്ക് ജോലിക്ക് പോകണം. പിന്നെ പകൽ ഞങ്ങളും കാഴ്ച കാണാൻ വേണ്ടി പോകുമല്ലോ. അപ്പോൾ ഇത്രയും 10-40 പേരുമായിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് നമുക്ക് ഇതിനിടയിൽ നിന്നൊന്നും ഇറങ്ങി ആളുകളെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ രാത്രിയാണ് അതിൻ്റെ കറക്റ്റ് ടൈം. ഈ യാത്രക്കാർ 10-40 പേര് അത്ഭുതപ്പെട്ടു. കാരണം ലാൽ ജോസ് ടോക്കിയോയിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും അയാളെ കാണാൻ ഒരു ഫാമിലി വന്നിരിക്കുന്നു. അവർക്കറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അവരെ പരിചയപ്പെട്ടു. ഇപ്പം നസിയുടെ ഹസ്ബൻഡ് ജിഷാദ് അബൂബക്കർ എന്നാണ് നസിയുടെ ഹസ്ബൻഡിൻ്റെ പേര്. 2006 തൊട്ടിട്ട് ടോക്കിയോയിലുണ്ട്. അദ്ദേഹം ഒറ്റപ്പാലത്തുകാരനാണ്. അതെൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഹിന്ദി ട്യൂഷനൊക്കെ വന്നിരുന്ന ഒരാളെ ഞാൻ എൻ്റെ അമ്മയുടെ മരണശേഷം ടോക്കിയോയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ്. ഒറ്റപ്പാലത്ത് ഞാൻ താമസിക്കുന്നതെന്ന് കിഴക്കേ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഡിസോൾട്ട് സിസ്റ്റംസ് എന്നൊരു ഫ്രഞ്ച് കമ്പനിയിൽ IT മാനേജ്മെൻറ്റിലാണ് ജോലി. റഫാൽ വിമാനങ്ങൾ, ടെസ്ല, ടൊയോട്ട, ഹോണ്ട, നിസാൻ തുടങ്ങി ലോകത്തെ 50% കാറുകളുടെ ഡിസൈൻ ഇവരുടെ സോഫ്റ്റ്വെയറിലാണ് ചെയ്തിരിക്കുന്നത്. നസി മേലേതിൽ വോവൺ സിറ്റി, ടൊയോട്ടയുടെ വോവൺ സിറ്റിയിൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനങ്ങൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള IT കാര്യങ്ങളുടെയൊക്കെ ഒക്കെയുള്ള ഒരു ജപ്പാനിലെ തന്നെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു സ്വപ്ന നഗരമാണ് വോവൺ സിറ്റി. നസീം കേരളത്തിലെ നിലമ്പൂർ സ്വദേശിനിയാണ്. ഒറ്റപ്പാലത്തേക്ക് കല്യാണം കഴിച്ചു വന്നതാണ്. ഒറ്റപ്പാലത്തിൻ്റെ മരുമകളാണ് നസി. അവർക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ രണ്ടുപേരും അവിടെ സ്കൂളിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഒരു ജാപ്പനീസ് സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലാണ്. മകൾ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അന്ന്. ഇപ്പോൾ അവരൊക്കെ 10ലൊക്കെ എത്തിയിട്ടുണ്ടാവും. അവരെക്കുറിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയുന്ന കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ 2 കുട്ടികളും നമ്മളെ കണ്ട ഉടനെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മളെ വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സ്കൂളിൽ ഇപ്പോൾ നസീം ഹസ്ബൻഡും ഒക്കെ നാട്ടിൽ പഠിച്ചിട്ട് ജോലിക്കായിട്ട് ജപ്പാനിൽ വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കുട്ടികൾ അവിടെ വളർന്ന കുട്ടികളാണ്. അവരുടെ സ്കൂളിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നസി പറഞ്ഞത് ഭയങ്കര അത്ഭുതകരമായി തോന്നി. അതായത് സ്കൂളിൽ ഒരു 3-4 പഠിക്കുമ്പോൾ ഈ കുട്ടികളുടെ കാലുകളിൽ പുറത്ത് ഒക്കെ നല്ല ഭാരമുള്ള ബാഗുകൾ കെട്ടിവെക്കും, കാലിൽ സാൻഡ് ബാഗ്സ് കെട്ടിവെക്കും. എന്നിട്ട് അവരോട് നടക്കാൻ പറയും. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ. അപ്പോൾ കുട്ടികളോട് ചോദിക്കും, ഇങ്ങനെ നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾ പറയും, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെയാണ് നടക്കുക, എൻ്റെ ഗ്രാൻഡ് മദർ ഇങ്ങനെയാണ് നടക്കുക. ചിലർ പറയും റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ നടക്കുന്ന പ്രായമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറയും, അവരെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാഗും കാലിലെ സാൻഡ് ബാഗ്സും ഒക്കെ വെച്ചിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ, അതൊന്നുമില്ലാതെ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് കുട്ടികൾ പറയും. അപ്പോൾ അടുത്ത തവണ അവരൊരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന വൃദ്ധയെയോ കണ്ടു കഴിഞ്ഞാൽ ആരും പറയാതെ അവർ ചെന്ന് അവരെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നിടത്തോളം ദൂരം ആ ബാഗ് കയ്യിൽ മേടിച്ച് പിടിച്ച് അവരെ സഹായിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരു പ്രധാന സെക്ഷൻ എന്ന് പറയുന്നത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അതുപോലെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അതവർ റോഡിൽ തന്നെ കൊണ്ടുപോയി
ഓരോ സ്കൂളിലും ഈ സിഗ്നൽസും റോഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നടത്തി എങ്ങനെയാണ് ഒരു സിഗ്നലിനോട് പ്രതികരിക്കേണ്ടതെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ക്ലീനിങ്, സ്കൂളിൽ തന്നെ കുക്കിംഗ് ക്ലാസ്സുകൾ. അപ്പോൾ വീട്ടിൽ കുട്ടികൾ മാതാപിതാക്കളെ ഇതിലൊക്കെ സഹായിക്കും. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോയ ആൾക്കാർ അവിടെ പഠിത്തമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്ന ആൾക്കാർ ഒരു മിഠായിയുടെ കവറോ അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് പീസോ ഒക്കെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ മക്കൾ അത് പെറുക്കി കയ്യിൽ പിടിക്കും. എന്നിട്ട് അടുത്ത ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇടും. കാരണം അവരവിടെ പഠിച്ച് വളർന്നതാണ്. അങ്ങനെ അവരുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങൾ ജപ്പാനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണോ, അത് ഉറക്കം വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടൗണിൽ ഒരു റൈഡ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജിംഷാദിൻ്റെയും നസീയുടെയും മക്കളുടെയും കൂടെ ഞാനും മോളും കാറിൽ ടോക്കിയോ നഗരം, രാത്രിയിലെ ടോക്കിയോ നഗരം കാണാനിറങ്ങി. ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങൾ, കാഴ്ചകൾ. പണ്ട് IV ശശി സാറിൻ്റെ ഇനിയെങ്കിലും എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് ജപ്പാൻ കണ്ടത്, ജപ്പാനും ടോക്കിയോ ഒക്കെ കണ്ടത്. ഇനിയെങ്കിലും കണ്ട ഓർമ്മ ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും ആ കാലത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഈ നാട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം IV ശശി സംവിധാനം ചെയ്ത കംപ്ലീറ്റ്ലി ടോക്കിയോയിൽ, ജപ്പാനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. അത്ര വലിയ നടന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. TG രവിയും ക്യാപ്റ്റൻ രാജുവും ഒക്കെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സംഘം ടോക്കിയോയിൽ സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ട് അവിടെ കുടുങ്ങിപ്പോകുന്നതാണ്. പക്ഷെ അവിടുത്തെ ജപ്പാനിലെ ജീവിതം, അവിടുത്തെ രീതികളും കണ്ട് ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് തിരുത്തപ്പെട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തമാശകളൊക്കെ ആയിരുന്നു ആ സിനിമയിലെ വിഷയം. അങ്ങനെ ഇനിയെങ്കിലും എന്നുള്ള സിനിമയിൽ ടോക്കിയോ കണ്ടതിന് ശേഷം ആദ്യമായിട്ട് റിയലായിട്ട് ഞാൻ ടോക്കിയോ നഗരം കാണുകയാണ്. ഞാനും കാതറിനും ഇവരുടെ കൂടെ സേഫായിട്ട് ജാപ്പനീസ് ഭാഷ അറിയുന്ന ആളുകളുടെ കൂടെ ധൈര്യമായിട്ട് ഇങ്ങനെ പോവാണ്. ചെറിയ കടകളിൽ നിന്നൊക്കെ ചെറിയ സാധനങ്ങൾ, ചെറിയ കഴിക്കാനുള്ള സാധനങ്ങൾ, പിറ്റേ ദിവസത്തേക്ക് യാത്രയിൽ ആവശ്യം വരുന്ന ഗുണകരമാവുന്ന ചില കാര്യങ്ങളൊക്കെ മേടിച്ച് ആ യാത്ര, നഗരത്തിലൂടെയുള്ള ഒരു യാത്ര നടത്തി. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു സമയം അവർ ഞങ്ങളെ ടോക്കിയോ ടവറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതൊരു ഭയങ്കര ഭാഗ്യമായിപ്പോയി. കാരണം ഈ യാത്രയിൽ ഞങ്ങൾ ഈ ടോക്കിയോ ടവറിൻ്റെ താഴെക്കൂടെ പാസ് ചെയ്തപ്പോൾ ബസ്സിലിരുന്ന് ചൂണ്ടിക്കാണിച്ച് തന്നതേ ഉള്ളൂ. ശരിക്ക് പിറ്റേന്ന് ടോക്കിയോ ടവറിൽ പോവുകയോ കയറുകയൊന്നും പറ്റിയില്ല. കാരണം നമ്മളുടെ ട്രാവൽ പ്ലാൻസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രം, ഞാനും മോളും മാത്രം തലേദിവസം രാത്രി ഇവരോടൊപ്പം പോയിട്ട് ടോക്കിയോ ടവറിൻ്റെ താഴെ പോകാനും രാത്രിയിൽ കംപ്ലീറ്റ്ലി ലിറ്റപ്പായിട്ടുള്ള ടവറിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കഴിഞ്ഞു. ഈ ടോക്കിയോ ടവർ ഫ്രാൻസിലെ പാരീസിലെ ഏഫൽ ടവറിൻ്റെ മാതൃകയിലുള്ളതാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഏഫൽ ടവറിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. 333 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ റേഡിയോ സ്റ്റേഷൻസിൻ്റെയും ടെലിവിഷൻ സ്റ്റേഷൻസിൻ്റെയും ഒക്കെ ആൻറ്റിനയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രികർക്ക് കാഴ്ചകൾ കാണാനായി ഇതിൻ്റെ പല തട്ടുകളിൽ ടോക്കിയോ നഗരത്തിൻ്റെ വിഹക വീക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടുകൾ ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ മീതെ കയറാൻ പറ്റില്ല, ഞങ്ങൾ രാത്രിയാണ് എത്തിയത്. പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് എന്തോ ഒരു വലിയ ഫങ്ഷൻ നടക്കാൻ പോകുന്നതുകൊണ്ട് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഇതിൻ്റെ മീതേക്ക് അന്ന് ആ രാത്രിയിൽ ആരെയും കയറ്റുന്നില്ല. പിന്നെ രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ കയറ്റലും ഉണ്ടാവില്ല. അങ്ങനെ അതിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ താഴെ നിന്നത് കാണാനും അതിൻ്റെ വീഡിയോസ് എടുക്കാനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി നഗരത്തിലൂടെയൊക്കെ ചുറ്റി അടിച്ചിട്ട് നസീം ഭർത്താവും കുട്ടികളും ഞങ്ങളെ ഹോട്ടലിൽ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നത്, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോവും, പക്ഷെ മോള് ഉറക്കം കളഞ്ഞിട്ട് എൻ്റെ കൂടെ വരാൻ തയ്യാറാവുക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ എൻ്റെ കൂടെ വന്നു. അവൾ ഈ യാത്ര എൻജോയ് ചെയ്തു. യാത്രയുടെ ആദ്യ ദിവസം തന്നെ ജപ്പാൻ്റെ ഒരു കഷ്ണം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയും ചെയ്തു.